ഈ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ, ഈ പ്രാണനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ, പ്രപഞ്ച ഊർജത്തെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ, പ്രപഞ്ച ശക്തിയെ ആവാഹനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പരമമായി മാറും, മനഃശക്തി പരമമായി മാറും, ഉള്ളിലുള്ള ചൈതന്യം വികസിക്കും, ഉള്ളിലുള്ള ബോധം വികസിക്കും, മനോബലം വർദ്ധിക്കും, അറിവും കഴിവും വികസിക്കും. ഇതിനാണ് പ്രാണായാമം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് കിട്ടും നമുക്ക്. അപ്പോൾ ഈ പ്രാണൻ സംവേശയേത്, ബ്രഹ്മമായി ലയിപ്പിക്കണം പ്രാണ ഊർജത്തെ. ഓരോ നിമിഷവും ഇതുപോലെ പ്രാണായാമത്തിലോട്ട് വികസിപ്പിക്കുമ്പോൾ, പ്രാണായാമം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രാണനെ, ഈ ശ്വാസത്തെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്നർ എൻജിനീയറിങ് നമുക്ക് മനസ്സിലാകും. സൂക്ഷ്മമായിട്ട് അത് ഓരോ സ്ഥലങ്ങളിലും പോയി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ നമ്മുടെ അമ്മയോട് ആ ബൈക്ക് എടുത്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ ആവില്ല, വീഴും. നമ്മുടെ ഭാര്യയോട് സൈക്കിൾ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് വീഴും. നമ്മളോ ബൈക്ക് എടുത്തിട്ട് ജാഗ്വർ കാറിനെ ഓവർടേക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും, ലംബോർഗിനിനെ ഓവർടേക്ക് ചെയ്തിട്ട് കയറി പോകും. കാരണം എന്താണ്? എക്സ്പീരിയൻസ്. ഇതുപോലെ ഇന്നർ എൻജിനീയറിംഗ് ആയിട്ട് ഈ പ്രാണനെ, ഈ പ്രാണായാമത്തെ, ഈ ശ്വാസത്തെ, ഇതിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്യുന്നതിനെ തുടർച്ചയായിട്ട് ചെയ്ത് ശ്വാസത്തെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. ഉള്ളിങ്ങനെ വികസിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സംതൃപ്തി വരും. അപ്പോൾ ഈ ഓക്സിജൻ കൊണ്ട് നമ്മുടെ രോഗത്തെയും നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും, ബുദ്ധിയും ബോധവും വർദ്ധിക്കാൻ സാധിക്കും.